ഹായ്, ഞങ്ങൾ ഇന്നൊരു ചെറിയ ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. എനിക്കിന്ന് ഓഫാണ്, പിള്ളേർക്ക് ഇപ്പോഴും ഈസ്റ്റർ ഹോളിഡേ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കരുതി ഒന്ന് വെളിയിലൊന്ന് പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങളിന്ന് പോകുന്നത് കൊവൻട്രി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു സിറ്റിയാണ്. ഇവിടുന്ന് 24 മിനിറ്റ്സ് ആണുള്ളത്. അവിടെ ഒരു ചെറിയ പാർക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ മഞ്ഞ പൂ പിടിച്ച് നിൽപ്പുണ്ട്. ഈ സ്പ്രിങ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഈ പൂ കാണാം. ഈ പൂവെന്നല്ല, എവിടെ സ്പ്രിങ് തുടങ്ങിക്കഴിഞ്ഞാൽ നിറച്ച് പൂക്കളാണ് എവിടെ നോക്കിയാലും. അങ്ങനെ നല്ല രസമാണ് ആ സമയത്ത് നമുക്കിങ്ങനെ ഔട്ടിങ്ങിനൊക്കെ പോകാനായിട്ട്. നമുക്കൊരു പ്രത്യേക ഫ്രഷ്നെസ് ഒക്കെ തോന്നും. ഇതൊക്കെ പൂക്കളൊക്കെ നമ്മൾ വിൻ്റർ കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ കാണുന്നത്, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഈ ഡാൻഡലിയോൺ നല്ലതാണ് കേട്ടോ. ഡ്രൈഡ് ഡാൻഡലിയോൺ വെച്ചിട്ട് നമുക്ക് ചായയൊക്കെ ഇട്ട് കുടിക്കാൻ ഹെൽത്തിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ ഇടയ്ക്ക് തുലിപ്സ് ഉണ്ട്. തുലിപ്സിന് നമുക്ക് വേറെ പ്രത്യേകം ഗാർഡൻസ് ഉണ്ട്. സ്പ്രിങ് സീസൺ, സമ്മറിൻ്റെ ടൈമിലൊക്കെ വേറെ ഗാർഡൻസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഡാൻഡലിയോണിൻ്റെ ക്ലോസ് ആയിട്ടുള്ളത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അപ്പൂപ്പന്താടി പോലെ ഇങ്ങനെ പറത്തിക്കളയാൻ പറ്റുന്ന ടൈപ്പാണ്. അങ്ങനെ ഞങ്ങൾ കോൺട്രി സിറ്റി എത്തി. കോൺട്രി സിറ്റിയിൽ നിന്ന് കുറച്ചേ ഉള്ളൂ ഈ പാർക്കിലേക്ക്. അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റി. ഈ 24 മിനിറ്റ്സ് കൂടുതലൊന്നും എടുത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്യുന്നത് നമുക്ക് അപ് ടു 3 hours ഫ്രീ ആണ്. ഈ പാർക്കിൻ്റെ പേര് വാർ മെമ്മോറിയൽ പാർക്ക് എന്നാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സോൾജിയേഴ്സിന് വേണ്ടി 1921 പണികഴിപ്പിച്ച പാർക്കാണിത്. അത് കഴിഞ്ഞ് 2ാം ലോക മഹായുദ്ധ കാലത്ത് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള വെപ്പൺസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ പാർക്ക് യൂസ് ചെയ്തിരുന്നു എന്നും പറയുന്നുണ്ട്. അതിൻ്റെ കോൺക്രീറ്റ് ഫൂട്ടിങ്സ് ഒക്കെ നമുക്കിപ്പോഴും ഇവിടെ കാണാം. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആ വലിയൊരു കോൺക്രീറ്റ് നമുക്ക് കാണാം അതിനടുത്തായിട്ട് തന്നെ. പിള്ളേരപ്പോഴത്തേക്ക് ഓടിക്കളിച്ചൊക്കെ തുടങ്ങി. ഇതൊരു വലിയ പാർക്കാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇതിലേക്ക് നടക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീല് കിട്ടും. അങ്ങനെ ഇഷ്ടംപോലെ പേര് നടക്കാനും ഡോഗ്സിനെയും കൊണ്ടും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. കാരണം നല്ല വെതറാണല്ലോ ഇപ്പം. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചെറി ബ്ലോസം പൂത്ത് നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റി. അതിൻ്റെ ടൈമാണല്ലോ ഇപ്പോൾ. എന്നാലും മൊത്തത്തിൽ ഇവിടെ കുറേ ചെറി ബ്ലോസമിൻ്റെ ട്രീസ് ഉണ്ടെങ്കിലും കുറേയൊക്കെ മുട്ടിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഈ ചെറി ബ്ലോസം പൂക്കുന്നത് മിഡ് മാർച്ച് ടു മിഡ് ഏപ്രിൽ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് ഏർലി ആണല്ലോ. അപ്പം ഞങ്ങൾ ഇനി ഒരു ഓഫോ അല്ലെങ്കിൽ പിള്ളേർക്ക് അവധിയോ കിട്ടുന്ന ദിവസം ഒന്നും കൂടി വരണമെന്ന് കരുതുന്നു. കാരണം ഇവിടെയുള്ള മിക്കവാറും എല്ലാ മരങ്ങളും ഈ ചെറി ബ്ലോസത്തിൻ്റെ മരങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ട്. എന്നാലും ഇതെല്ലാം കൂടി ഒരുമിച്ച് പല കളറ് തന്നെയുണ്ട്. പല കളറെന്ന് പറഞ്ഞാൽ ലൈറ്റ് കളറുണ്ട്, ഡാർക്ക് കളറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഏപ്രിൽ പകുതി കഴിയുമ്പോഴത്തേക്കും വന്നാൽ നമുക്കിത് കാണാൻ പറ്റും. അങ്ങനെ പിന്നെ ഞങ്ങളൊരു ക്യാമിലിയുടെ ചെടി കണ്ടു. അതിൽ നിറച്ച് പൂക്കളായിരുന്നു. ഇത് പൂവുണ്ടായാൽ കുറേ ദിവസം നിൽക്കും കേട്ടോ. നല്ല ഭംഗിയാണ് അത് കാണാനും. മീട്ടും അവിടെ ഇവിടെ എല്ലാം നിന്ന് ഡാൻസ് കളിച്ചൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളിപ്പോൾ ഡാൻസ് പഠിക്കാൻ പോയാലും പിന്നെ ഇങ്ങനെയാണ്, അവിടെ ഇവിടെയും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാം ഡാൻസാണ്. പിന്നെ ഹസ്ബൻഡ് അവളെ വെച്ചിട്ട് കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ വീരമൃത്യു വരിച്ച സോൾജിയേഴ്സിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള സ്ഥലങ്ങൾ. നല്ല പോപ്പി ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് അതിൻ്റെ റീത്ത് പോലുള്ള അതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഈ കാണുന്ന 90 അടി പൊക്കമുള്ള സ്മാരകമാണ് ഈ വാർ മെമ്മോറിയൽ പാർക്കിൻ്റെ മെയിൻ അട്രാക്ഷൻ. വേൾഡ് വാർ 1ലെയും വേൾഡ് വാർ 2ലെയും സോൾജിയേഴ്സിൻ്റെ ഓർമ്മയ്ക്കായിട്ട് 1927 പോർട്ട്ലൻഡ് സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനകത്ത് റിമെമ്പർ ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞൊരു റൂമുണ്ട്. അത് എല്ലാ വർഷവും റിമെമ്പറൻസ് സൺഡേയിൽ നമുക്ക് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് തരും. അതിനകത്ത് റോൾ ഓഫ് ദ ഫാലൻ എന്ന് പറഞ്ഞൊരു ബുക്സ് ഉണ്ട്. അതിൽ നമ്മുടെ ഈ കോവൻട്രി ഏരിയയിലുള്ള എല്ലാ സോൾജിയേഴ്സിനെയും പറ്റിയും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വേൾഡ് വാർ 1ലും വേൾഡ് വാർ 2ലുള്ളതും ഗൾഫ് വാറിലുള്ള എല്ലാവരെയും പറ്റി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള ഒരു പാർക്കാണിത്. ചെറിയ പാർക്കാണ്, എന്നാലും കുഴപ്പമില്ല. ഈ കാണുന്നതാണ് ഈ കോൺക്രീറ്റാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വെച്ചിട്ടാണ് അവർ യുദ്ധസാമഗ്രികൾ പ്രിപ്പയർ ചെയ്തത്. ഇതിവിടെയുള്ള വേറൊരു ഗാർഡനാണ്. അവരതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് വിഷ്വൽ ഇമ്പയർഡ് ആയിട്ടുള്ളവർക്കും ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ളവർക്കും സോഷ്യലി ഐസൊലേറ്റഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ ആയിട്ടുള്ള എല്ലാവർക്കും വരാവുന്ന ഒരു പാർക്കാണിത്. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് ഉള്ളത്. അതിൽ കയറുമ്പോൾ തന്നെ അവിടെ
ഒരു ബേർഡ്സിൻ്റെ വോൾ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് സ്റ്റോൺസൊക്കെ വെച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ബേർഡ്സിനെ ഫീഡ് ചെയ്യരുതെന്ന്. ഇത് ഫസ്റ്റ് കേജാണ്. ഇങ്ങനെ 4 കേജുകളിലായിട്ട് കുറച്ച് പാരറ്റ്സും കുറച്ച് പ്രാവുകളും അങ്ങനെയുള്ള കുറേ ബേർഡ്സിന് ഉണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ബേർഡ്സൊക്കെ ഉണ്ട്. ഇതിലെ എല്ലാ കൂട്ടുകളിലും എഴുതിയിട്ടുണ്ട് ഏത് ബേർഡ്സ് ആണെന്നും അവരെക്കുറിച്ചുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷനും ഒക്കെ ഉണ്ട്. അപ്പം മീട്ടു അതിനെയൊക്കെ കാണുവാണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ആയതുകൊണ്ട് അവൾക്കൊരു കൗതുകമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ എന്തുകൊണ്ടാണ് അവർ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കും ഇങ്ങനെ ഒക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനും ഓരോ സ്മെല്ല് ചെയ്യാൻ, ഫീൽ ചെയ്യാൻ, ഹിയർ ചെയ്യാൻ അങ്ങനെയുള്ളതായിട്ട് തിരിച്ച് ഇവർ പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീട്ടു ഇപ്പോൾ അത് തൊട്ട് നോക്കിയിട്ട് എന്നോട് പറയും അത് വളരെ സോഫ്റ്റായിരുന്നു. അപ്പോൾ അത് ഫീൽ ചെയ്യാനുള്ളൊരു ചെടിയായിരുന്നു. പിന്നെ അവൾ അവിടെ നിന്നൊക്കെ പറിച്ച് ടേസ്റ്റ് ചെയ്യാനുള്ളത് ടേസ്റ്റ് ചെയ്യുകയും സ്മെൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊരു ബെയർ ഫൂട്ട് സ്നേക്ക് വാക്കാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്നേക്കിൻ്റെ രൂപത്തിനെ 8 സെക്ഷനായിട്ട് കാണിച്ചിട്ട് അതിൽ ഓരോ സെക്ഷനിലും അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബെയർ ഫൂട്ടായിട്ട് നടക്കുമ്പോൾ ഇതിനെ ടച്ച് ചെയ്തും ഫീൽ ചെയ്തും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. മീട്ടു ഷൂ ഇടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഷൂ ഇട്ടുകൊണ്ട് തന്നെയാണ് നടന്നത്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ചെറിയ പാർക്കുണ്ട്. അവിടെ ഒരു ട്രംബലീനുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ബ്ലൂ കാണുന്നത് കണ്ടോ, അവിടെ വെച്ചിട്ടാണ് 2ാം ലോക മഹായുദ്ധകാലത്ത് ഇവർ യുദ്ധസാമഗ്രികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫ്ലവേഴ്സ് അവരിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ വട്ടത്തിൽ കാണുന്നതൊക്കെ ഫ്ലവേഴ്സാണ്. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ വലിയ ബോക്സുകൾ വെച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെയും ഞങ്ങളൊരു ചെറി ബ്ലോസം ട്രീയുടെ അടുത്ത് വന്നു. കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ മീട്ടു ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവരവിടെ. അപ്പോഴേക്കും അവൾ ടയർഡായെന്ന് പറഞ്ഞ് അവിടെയൊക്കെ നിറച്ച് ബെഞ്ചുകളൊക്കെ ഇരിക്കാനുണ്ട്. അതിലൊരെണ്ണത്തിൽ അവൾ ഇരുന്ന് കുറച്ചേറെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഹൈഡ് ആൻഡ് സീക്കൊക്കെ കളിച്ചു അവർ രണ്ടുപേരും കൂടി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു.